ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ചട്ടി പെരക്കിയ ചോറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ ഇത് കഴിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് ചട്ടിച്ചോറല്ല, ചട്ടിച്ചോറും ചട്ടി പെരക്കിയ ചോറും രണ്ടും രണ്ടാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇത് ഇതുവരെയും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാനും മറക്കണ്ട. കാരണം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ ഒരു തവണയെങ്കിലും അറിഞ്ഞിരിക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ പുറത്തുപോയി കഴിക്കുന്ന ഒരു ഫുഡിനും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേന്ന് ഉണ്ടാക്കി വെച്ച മീൻകറിയാണ്. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് ആക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മീൻകറിയേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ച മീൻകറി തന്നെ എടുക്കണം. അതുപോലെ തന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാനും പാടില്ല. മാത്രമല്ല അത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ തലേന്ന് ഉണ്ടാക്കിയ മീൻകറി ഒരു രാത്രി ആ ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ പുറത്ത് വെച്ച് പിറ്റേന്നാണ് ഈ ചട്ടിയിൽ നമ്മൾ ചട്ടിപ്പെരക്കിയ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ആ മീൻകറി ആ ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നേരെ ഇരട്ടിയാകും. ഇത് ഞാൻ തലേന്ന് വെച്ച ചൂരക്കറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിനി ഏത് മീൻ കറി വേണമെങ്കിലും എടുക്കാം. പക്ഷെ മത്തിക്കറിയാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു ചൂരക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തെ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് പെരക്കിയെടുക്കുന്നുണ്ട്. ഈ ചട്ടിച്ചോറും ചട്ടി പെരക്കിയ ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചട്ടിച്ചോറ് നമ്മൾ ചട്ടിയിൽ സെർവ് ചെയ്യുന്നതേ ഉള്ളൂ. അത് മീൻകറി ഉണ്ടാക്കിയ ചട്ടിയിലല്ല സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാധാരണയായിട്ട് ചട്ടിച്ചോറിൻ്റെ കൂടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും. പക്ഷെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടി പെരക്കിയ ചോറ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം കഴിക്കാം. ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ച കുമ്പളങ്ങ പുളിശ്ശേരി കൂടി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒന്നും കുമ്പളങ്ങ കഷ്ണങ്ങൾ മാത്രം കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ പുളിശ്ശേരിയുടെ റെസിപ്പിയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചട്ടി പെരക്കിയ ചോറ് കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെയാണോ കഴിക്കാറ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട, ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ കഴിച്ചു നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.